അസർബൈജാന്റെ വ്യോമശക്തി കുതിച്ചുചാട്ടത്തെ നേരിടാൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് സായുധ ജെറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അർമേനിയ. അടുത്തിടെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ റഷ്യൻ ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളുമായി ഇന്ത്യയും മറുപക്ഷത്ത് പാകിസ്ഥാന്റെ കയ്യിൽ പുതിയ ചൈനീസ് വംശജരായ ജെറ്റുകളും അണിനിരന്നു. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട J-10C റാഫേലുമായുള്ള ഏറ്റുമുട്ടൽ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇടം നേടിയെങ്കിലും JF-17 തണ്ടറും റഷ്യൻ സുഹോയ് 13 ഉയർന്ന നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ വകഭേദമായ സുഹോയ് 30 MKI തമ്മിലുള്ള മത്സരം അത്ര രസകരമായിരുന്നില്ല. ഇപ്പോൾ രണ്ട് യുദ്ധവിമാനങ്ങൾക്കും മറ്റൊരു അസ്ഥിരമായ ഭൂരാഷ്ട്രീയ സംഘർഷാവസ്ഥയിൽ പരസ്പരം മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒത്തുവരുന്നു. അത് ഏഷ്യയിൽ നിന്നുമല്ല, അങ്ങ് ദൂരെ കൊക്കേഷ്യയിൽ. 40ഓളം JF തണ്ടർ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പാകിസ്ഥാൻ അടുത്തിടെ അസർബൈജാനുമായി $4.6 ബില്യൺ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. കൂടാതെ $2 ബില്യൺ അനുബന്ധ നിക്ഷേപ പാക്കേജും. അസർബൈജാൻ തുടക്കത്തിൽ പാകിസ്ഥാനിൽ നിന്ന് 16 JF-17 വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. എന്നാൽ പുതിയ കരാർ പ്രകാരം ആ വാങ്ങൽ 40 വിമാനങ്ങളായി വർദ്ധിപ്പിച്ചു. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാക്ട് വിമാനമാണ് JF-17 തണ്ടർ. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇന്റർസെപ്ഷൻ, ഗ്രൗണ്ട് അറ്റാക്ക്, കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾ, വ്യോമ നിരീക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ റോളുകൾക്കായി JF-17 രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അസർബൈജാനി പൈലറ്റുമാർക്കും ടെക്നീഷ്യന്മാർക്കും പരിശീലന പരിപാടികൾ ഉൾപ്പെടെ വരും വർഷങ്ങളിൽ 40 ജെറ്റുകളുടെ വിതരണം ഘട്ടം ഘട്ടമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസർബൈജാനിൽ 40 JF-17 തണ്ടർ യുദ്ധ വിമാനങ്ങൾ എത്തുമ്പോൾ അവരുടെ വ്യോമസേനയുടെ ശേഷിയിൽ ഗണ്യമായ വർധനവുണ്ടാക്കും. ഇത് അർമേനിയയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലെ അസർബൈജാൻ അർമേനിയയുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. 2020 മുതൽ അസർബൈജാനും അർമേനിയയും 3 ചെറിയ യുദ്ധങ്ങൾ നടത്തി. ആദ്യം 2020 സെപ്റ്റംബറിൽ, പിന്നീട് 2022 സെപ്റ്റംബറിൽ, ഒടുവിൽ 2023 സെപ്റ്റംബറിൽ. അതിനുശേഷം അതിർത്തിയിൽ സമാധാനം ദുർബലമാണ്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുന്നു. ഇരു രാജ്യങ്ങളും ഇപ്പോൾ ആയുധ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിനാൽ അസർബൈജാനി വ്യോമസേനയുടെ ദ്രുതഗതിയിലുള്ള നവീകരണത്തെ അർമേനിയയ്ക്ക് അവഗണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും അർമേനിയൻ വ്യോമസേന ഇതിനകം തന്നെ മോശമായ അവസ്ഥയിലാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അർമേനിയൻ വ്യോമസേനയ്ക്ക് അടിയന്തര നവീകരണം ആവശ്യമാണെന്ന് അർമേനിയ കരുതുന്നു. കാരണം അർമേനിയയുടെ പക്കൽ വളരെ പരിമിതമായ യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അർമേനിയൻ വ്യോമസേനയുടെ ഭൂരിഭാഗവും സുഹോയ് 25 ക്രോക്ക്ഫുട്ട് എന്ന വിമാനങ്ങളാണ്. അതും 10-15 എണ്ണം മാത്രം. ഈ സുഹോയ് 25 വിമാനങ്ങളിൽ ചിലത് 2020 നാഗർണോ കറാബാഖ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ചില സ്രോതസ്സുകൾ പ്രകാരം അർമേനിയയിലും 1-2 MiG-25 ഫോക്സ് ബാറ്റ് വിമാനങ്ങളുണ്ട്. എന്നിരുന്നാലും അവ ഇനി പ്രവർത്തനക്ഷമമായേക്കില്ല. ഈ പഴയ സുഹോയ് 25 വിമാനങ്ങൾക്ക് പുറമെ അവർ 2019 റഷ്യയിൽ നിന്ന് വാങ്ങിയ 4 സുഹോയ് 30 SM മാത്രമേ അർമേനിയയിലുള്ളൂ. എന്നിരുന്നാലും ഈ യുദ്ധവിമാനങ്ങൾക്കുള്ള ആയുധ പാക്കേജ് റഷ്യ ഇതുവരെ അർമേനിയയ്ക്ക് നൽകിയിട്ടില്ല. അതായത് ആ വിമാനങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല എന്നർത്ഥം. റഷ്യ പൂർണ്ണതോതിലുള്ള ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം മോസ്കോയുടെ മുൻഗണനകൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഈ സുഹോയ് 30 SM യുദ്ധവിമാനങ്ങൾക്കുള്ള ആയുധങ്ങൾ അർമേനിയയ്ക്ക് നൽകാനോ അവ നവീകരിക്കാനോ റഷ്യയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. 2020 റഷ്യയുമായി കൂടുതൽ സുഹോയ് 30 SM യുദ്ധവിമാനങ്ങൾക്കായുള്ള തുടർ ഓർഡർ അർമേനിയ ചർച്ച ചെയ്യുകയായിരുന്നു. എന്നാൽ വീണ്ടും ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അസർബൈജാനി വ്യോമസേനയിൽ 40ഓളം JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ കൂടിച്ചേരുന്നത്. അസ്ഥിരമായ കൊക്കേഷ്യൻ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും മാറ്റാനുള്ള കഴിവ് അസർബൈജാന്റെ വ്യോമസേന ഇപ്പോൾ ഈ പുതിയ വിമാനങ്ങളുടെ ഏറ്റെടുക്കലോടെ നേടാൻ സാധ്യതയുണ്ട്. സുഹോയ് 30 ഫൈറ്റർ ജെറ്റുകൾക്കായി
ഇപ്പോൾ അർമേനിയ ഇന്ത്യയിൽ മുട്ടുകയാണ്. 2024 ഒക്ടോബർ അവസാനത്തിൽ 8 മുതൽ 12 വരെ സുഹോയ് 30 MKI വിമാനങ്ങൾക്കായി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അർമേനിയ ചർച്ചകൾ ആരംഭിച്ചു. ഇത് തടസ്സപ്പെട്ട റഷ്യൻ ഓർഡർ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. 40 AF-17 തണ്ടർ ഫൈറ്റർ ജെറ്റുകൾക്കായി അസർബൈജാൻ പാകിസ്ഥാനുമായി കരാർ പ്രഖ്യാപിച്ചതു മുതൽ അർമേനിയ വീണ്ടും ഇന്ത്യയിൽ നിന്ന് 8 മുതൽ 12 വരെ സുഹോയ് 30 MKI ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. സുഹോയിയുടെ ലൈസൻസിന് കീഴിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഫെസിലിറ്റിയിൽ സുഹോയ് 30 MKI ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സുഹോയ് 30 ഫ്ലീറ്റുകളിലൊന്ന് ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ വ്യോമസേന ഏകദേശം 260 സുഹോയ് 30 വിമാനങ്ങൾ പറത്തുന്നു. 2024 ഡിസംബറിൽ 62% തദ്ദേശീയ സാങ്കേതിക വസ്തുക്കളുള്ള 12 സുഹോയ് 30 വിമാനങ്ങൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള ഒരു കരാറിൽ ന്യൂഡൽഹി മോസ്കോയുമായി ഒപ്പുവെച്ചു. ഇന്ത്യൻ സുഹോയ് 30 MKI വിമാനങ്ങൾ അർമേനിയയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ഇന്ത്യയിൽ നിന്ന് സുഹോയ് 30 MKI വിമാനങ്ങൾ വാങ്ങുന്നത് അർമേനിയയ്ക്ക് പല കാരണങ്ങളാൽ ഒരു ന്യായമായ തിരഞ്ഞെടുപ്പാണ്. ഒന്നാമതായി, അർമേനിയയ്ക്ക് ഇന്ത്യ വിശ്വസനീയമായ ഒരു സുരക്ഷാ പങ്കാളിയാണ്. 2020 അസർബൈജാൻ യുദ്ധത്തിന് ശേഷം അർമേനിയയെ ഏറ്റവും കൂടുതൽ സഹായിച്ച 2 രാജ്യങ്ങൾ ഇന്ത്യയും ഫ്രാൻസുമാണ്. തീർച്ചയായും റഫേൽ വാങ്ങുന്നത് അർമേനിയയ്ക്ക് മറ്റൊരു ഓപ്ഷനായിരിക്കാം. പക്ഷേ ഏകദേശം $100 മില്യൺ കനത്ത വില ഒരു തടസ്സമാകും. അർമേനിയ അതിൻ്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒന്നിലധികം ഓപ്ഷനുകൾ ആരായുന്നു. എങ്കിലും ഫ്രഞ്ച് റഫേലുകളേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ ഇന്ത്യയിൽ നിർമ്മിച്ച സുഹോയ് 30 MKI വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത. 2020 ഒപ്പുവെച്ച $2 ബില്യൺ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി അർമേനിയ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശ് 1S വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങൾ അവർ ഗണ്യമായി വാങ്ങുന്നു. 2022 $72 മില്യൺ 15 ആകാശ് 1S വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി അർമേനിയ ഇന്ത്യയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ കുറഞ്ഞത് 4 യൂണിറ്റുകളെങ്കിലും അർമേനിയ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റംസ് ATAGS, അതുപോലെ സെൻ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ്, സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ, കൊങ്കൂസ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ, അങ്ങനെ മറ്റു നിരവധി ആയുധ സംവിധാനങ്ങളുടെ 84ഓളം യൂണിറ്റുകൾ അർമേനിയ ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ 2022 24 ഇടയിൽ അർമേനിയൻ ആയുധ ഇറക്കുമതിയുടെ ഏകദേശം 43% ഇന്ത്യ വിതരണം ചെയ്തു. പ്രധാനമായും ഈ നിർണായക സമയങ്ങളിൽ അർമേനിയയുടെ ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധ പങ്കാളികളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ടാമതായി, ലോകത്തിലെ ഏറ്റവും വലിയ സുഹോയ് 30 ഫ്ലീറ്റുകളിൽ ഒന്ന് ഇന്ത്യ പ്രവർത്തിപ്പിക്കുക മാത്രമല്ല, ന്യൂഡൽഹി ആഭ്യന്തരമായി ലൈസൻസിന് കീഴിൽ അവ നിർമ്മിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സൗകര്യങ്ങൾ അർമേനിയയ്ക്ക് നൽകാൻ ഇന്ത്യക്ക് കഴിയും. എന്നാൽ ഏറ്റവും പ്രധാനമായി, റഷ്യയിൽ നിന്ന് ഇതിനകം വാങ്ങിയ 4 സുഹോയ് 30 SMകൾക്കുള്ള ആയുധ പാക്കേജും അപ്ഗ്രേഡുകളും അർമേനിയയ്ക്ക് നൽകാൻ ഇന്ത്യക്ക് കഴിയും എന്നതാണ്. വർഷങ്ങളായി സുഹോയ് 30 MKIയിൽ ഇന്ത്യ നിരവധി തദ്ദേശീയ ആയുധങ്ങൾ വിജയകരമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മാരകമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസും ഉൾപ്പെടുന്നു. സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മിസൈൽ ഇതിനകം തന്നെ അതിൻ്റെ മൂല്യം തെളിയിച്ചിട്ടുണ്ട്. ഒന്നിലധികം റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തടയാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാനും ഈ മിസൈലിന് സാധിച്ചു. കൂടാതെ ഇന്ത്യ സുഹോയ് 30 വിമാനങ്ങളിൽ അസ്ത്ര MK1 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സുഹോയ് 30 വിമാനങ്ങൾ രുദ്ര M3 ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ, സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺസ്, വിരൂപാക്ഷ AESA റഡാർ, ഹൈ ബാൻഡ് ജാമർ പോഡുകൾ
എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ യഥാക്രമം 160 കിലോമീറ്ററും 300+ കിലോമീറ്ററും റേഞ്ചുള്ള അസ്ത്ര MK2, MK3 AAMകളും സംയോജിപ്പിക്കും. സൂപ്പർ സുഖോയ് അപ്ഗ്രേഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംയോജനങ്ങളെല്ലാം സുഖോയ് 30 MKIകളെ ഒരു മാരകമായ യുദ്ധവിമാനമാക്കി മാറ്റുന്നു. ഇത് JF-17 തണ്ടറിനുമേൽ എളുപ്പത്തിന് ആധിപത്യം സ്ഥാപിക്കും എന്നതിൽ സംശയമില്ല. പരമ്പരാഗത എതിരാളിയായ പാകിസ്ഥാനിൽ നിന്ന് അസർബൈജാൻ യുദ്ധവിമാനങ്ങളെ ഏറ്റെടുക്കുന്നതിനെ പ്രതിരോധിക്കാൻ ഈ സംവിധാനങ്ങൾ നൽകുന്നതിലും ഇന്ത്യ പ്രത്യേക താൽപ്പര്യം കാണിക്കും. അസർബൈജാൻ്റെ വ്യോമശക്തിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന പുതിയ യുദ്ധവിമാനങ്ങൾ തേടുന്നതിനൊപ്പം ഇന്ത്യ, ഇറാൻ, ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള സംവിധാനങ്ങളിലൂടെ അർമേനിയ തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. സുഖോയ് 30 ഒരു ഇരട്ട ഇഞ്ചൻ ഭാരമേറിയ യുദ്ധവിമാനമാണെന്ന കാര്യം മറക്കരുത്. JF-17 സിംഗിൾ RD-93 എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുഖോയ് 30 MKI കൂടുതൽ ശക്തിയും പ്രവർത്തനശേഷിയും നൽകുന്നു. ഇത് ഡോഗ് ഫൈറ്റുകളിൽ മികച്ച പ്രവർത്തനശേഷിയും വീര്യവും കാഴ്ചവെക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. JF-17 ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ RD-93 എഞ്ചിന് 8300 kgf ത്രസ്റ്റ് ആണെങ്കിൽ ഇന്ത്യയുടെ സുഖോയ് എഞ്ചിനിൽ 27557 kgf ആണ് മൊത്തം ത്രസ്റ്റ്. 38,800 കിലോഗ്രാം വെയിറ്റുള്ള സുഖോയ് 30 MKIയുടെ പരമാവധി ടേക്ക് ഓഫ് ഭാരം JF-17 13,500 കിലോഗ്രാം പരിധിയെയും 4,600 കിലോഗ്രാം പേലോഡിനെയും അപേക്ഷിച്ച് കൂടുതൽ ഭാരമേറിയ പേലോഡ് ബ്രഹ്മോസ് മിസൈൽ പോലുള്ള നൂതന ആയുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ അനുവദിക്കുന്നതാണ് നമ്മുടെ സുഖോയ് 30 MKI. ഇത് ദീർഘദൂര ആക്രമണത്തിനും വായുവിലേക്കും വ്യോമാക്രമണങ്ങൾക്കുമുള്ള അതിൻ്റെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സുഖോയ് 30 MKI Mach 2 എന്ന പരമാവധി വേഗതയും 1500 കിലോമീറ്റർ പോരാട്ട ശ്രേണിയും കാഴ്ചവെക്കുന്നു. ഇത് JF-17 Mach 1.6 1200 കിലോമീറ്റർ പരിധികളെ മറികടക്കുന്നു. ഇത് സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലും ഉയർന്ന തീവ്രതയുള്ള പോരാട്ട സാഹചര്യങ്ങളിലും സുഖോയ് 30 MKIയെ പ്രബലമാക്കുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭീഷണികൾ അതിൻ്റെ പ്രതിരോധ മുൻഗണനകളെ പുനർനിർമ്മിക്കുന്ന അർമേനിയയെ സംബന്ധിച്ചിടത്തോളം സുഖോയ് 30 MKI വെറുമൊരു യുദ്ധവിമാനത്തേക്കാൾ അവരുടെ വ്യോമശക്തിയുടെ നിലനിൽപ്പിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽപ്പാകും എന്നതിൽ സംശയമില്ല. സഹകരണ സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ, സുസ്ഥിരമായ വിതരണ ശൃംഖല ഏകോപനം, വിശാലമായ ഒരു ഭൗമരാഷ്ട്രീയ പുനഃക്രമീകരണങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തെയാണ് ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ഈ ആയുധ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത്.